മെയ് 11, അതായത് 2 ദിവസം മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട, ഒരു ചെറിയ കാരണങ്ങളുണ്ടായാൽ മതി. ഞാൻ ആ ഡേ മൊത്തം ഹാപ്പി ആയിരിക്കും. എന്നെപ്പോലെ ഉള്ളവരുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് രാവിലെ തന്നെ എനിക്കൊരു കോള് വന്നു. സ്കൂളിലെ HM ആയിരുന്നു. മൂപ്പരങ്ങനെ എപ്പോഴൊന്നും വിളിക്കാറില്ല, ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നെ വിളിക്കാറ്. വീട്ടിലെന്ത് സ്പെഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ ഞാനൊരു മിനിറ്റ് സ്റ്റക്കായി. അപ്പോൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ വരാനായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ആ നിമിഷത്തേക്ക് എൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യമേ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഉമ്മ വീട്ടിലില്ല, അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും ചോദിച്ച് മൂപ്പര് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. മുസ്ലിംസിൽ പൊതുവെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദീർഘായുസ്സും ആഫിയത്തോടെയും ആരോഗ്യത്തോടെയൊക്കെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ എന്നൊക്കെ. അതുപോലെ മൂപ്പര് ദുആ ചെയ്തപ്പോൾ ശരിക്കും എൻ്റെ ഹേർട്ട് കണ്ട ഒരു നിമിഷത്തേക്ക് മെൽറ്റായിപ്പോയി. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ദിവസവും മോളുടെ ബർത്ത്ഡേ ദിവസവും എത്ര ലേറ്റ് ആയാലും വരുന്നൊരു കേക്ക് ബോക്സ് ഉണ്ട്. ജാസ്മറി എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ഉള്ള ബോക്സ് ആണെങ്കിൽ അത് ഉറപ്പാണ് അതെനിക്കുള്ളതാണ്. അതെൻ്റെ സിസ്റ്റർ അയക്കുന്നതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും എനിക്കറിയാം കേക്കാവും എന്നുള്ളത്, പക്ഷേ അത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എന്നെ അവൾ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് മതിയോട് സന്തോഷിക്കാനൊക്കെ. ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരു ദിവസം മൊത്തം നമ്മളെ ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ 2-3 ദിവസമായി എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ സർപ്രൈസാണ് ആ ബോക്സ് കണ്ടതിൽ. പെട്ടെന്നത് കാണുമ്പോൾ നമുക്കായിട്ട് കൊടുത്തു വിടില്ലേ. അങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നോക്കൂ, ജീവിതം ഹാപ്പിയാവും.